Hello everyone, welcome to my YouTube channel and welcome to my final series of New Zealand vlog part 4. അങ്ങനെ ഇന്നത്തെ ഡേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴി ഒരു ക്യൂട്ട് ഫുഡ് ട്രക്ക് കണ്ട് നിർത്തി. ഇവിടെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാനൊരു ഹാം ആൻഡ് ചീസ് ടോസ്റ്റിയും ഓറഞ്ച് ജ്യൂസാണ് ഓർഡർ ചെയ്തത്. ആൻഡ് ഈ ടോസ്റ്റിയോടൊപ്പം നമുക്ക് നല്ലൊരു സ്പൈസി സോസ് കിട്ടിയായിരുന്നു. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആണ്. ന്യൂസിലൻഡ് തണുപ്പ് പയ്യെ മാറി വരുന്നുണ്ട്. ചെറിയൊരു തണുപ്പുണ്ടെങ്കിലും ആ ഒരു സമ്മറിൻ്റെ ചൂട് നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതിൻ്റെ തൊട്ടടുത്ത ഒരു പ്ലേസ് ആണിത്. ഇവിടെ ഗ്ലേഷ്യസ് വാട്ടർ ഉണ്ട്, നല്ല തണുത്ത വെള്ളമാണ്. ഇവിടെ സ്നോ മൗണ്ടെയ്ൻസിലെ സ്നോ ഒക്കെ മെൽറ്റ് ചെയ്ത് തുടങ്ങി. നമുക്ക് ആ മൗണ്ടെയ്ൻസ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫീല് വന്നു. ഇതൊരു സമ്മർ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സൈനാണ്. ഇന്ന് നമ്മൾ പോകുന്നത് മിൽഫോർഡ് സൗണ്ടിലോട്ടാണ്. വേൾഡിലെ 8th വണ്ടർ എന്ന് വിശേഷിപ്പിക്കുന്ന ന്യൂസിലൻഡിലെ ഫേമസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ മിൽഫോർഡ് സൗണ്ടിലോട്ട്. ഈ ഒരു ടണൽ ക്രോസ് ചെയ്താണ് നമ്മൾ മിൽഫോർഡ് സൗണ്ടിലോട്ട് പോകുന്നത്. ഇതാണ് ഹോമർ ടണൽ. ഇതൊരു മാൻമെയ്ഡ് ടണലാണ്. 1.2 കിലോമീറ്റർ ലോങ് ആണ്. ടണലിൻ്റെ അകത്ത് കയറിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഇരുട്ടായിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര ഡാർക്കായിരുന്നു, ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് നമ്മൾ സൺഗ്ലാസ് വെച്ചിട്ടാണ് വണ്ടിയിൽ ഇത്ര നേരം ഇരുന്നുകൊണ്ടിരുന്നത്. സൺഗ്ലാസ് ഊരിപ്പോൾ നമുക്ക് തൊട്ട് ഫ്രണ്ടിലെ വണ്ടിയുടെ ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്യൂൻസ്റ്റൗണിന് 3 hours ഡ്രൈവ് കഴിഞ്ഞ് നമ്മൾ ഫൈനലി മിൽഫോർഡ് സൗണ്ടിലെത്തി. ഇവിടെ കാർ പാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ നമ്മുടെ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് ടൈപ്പ് ചെയ്ത് 1 hour $10 ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. 2 hours ആണ് ടോട്ടൽ ക്രൂസിൻ്റെ ടൈം. അങ്ങനെ 2 hours നമ്മൾ പാർക്കിംഗ് പേ ചെയ്ത് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ കാർ പാർക്കിംഗ് ഏരിയയിൽ കിയേനെ കണ്ടു. കിയ ഒരിനം പാരറ്റാണ്. ഇവിടെ ന്യൂസിലൻഡിലെ സൗത്ത് ഐലൻഡിൽ മാത്രം കാണുന്ന ഒരു പാരറ്റ്. ഇത് ആക്ച്വലി ഭയങ്കര ഫേമസ് ആണ്. ഇതിൻ്റെ ഇൻ്റലിജൻസും ഇതിൻ്റെ കളർഫുൾ വിങ്സും കാരണം ഒരു 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ അത്രയും ഇൻ്റലിജൻസ് ഉണ്ട് ഈ പക്ഷിക്ക് എന്നാണ് പറയുന്നത്. ബേർഡ്സിൽ തന്നെ ഏറ്റവും ഇൻ്റലിജൻറ്റ് സ്പീഷീസിൽ പെടുന്നതാണ് കിയ പാരറ്റ്സ്. ഇവിടെ ക്രൂസിൽ കയറാൻ നല്ല തിരക്കുണ്ട്. നമ്മൾ ബുക്ക് ചെയ്ത ക്രൂസ് സദേൺ ഡിസ്കവറീസിൻ്റെ ആണ്. സോ നമുക്ക് ടിക്കറ്റ് കിട്ടി. ഇവിടെ ഒരു 1 year 6 months മുൻപേ ഈ ടിക്കറ്റ്സ് എല്ലാം ബുക്ക്ഡ് ഔട്ട് ആവും. സോ നിങ്ങൾക്ക് ഇവിടെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മുൻപേ ബുക്ക് ചെയ്യണം. സോ അങ്ങനെ നമ്മൾ നമ്മുടെ ബോട്ടിൽ കയറാൻ പോവാണ് സദേൺ ഡിസ്കവറീസിൽ. ഷിപ്പിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നല്ല വിൻഡിയാണ്, നല്ലൊരു കാറ്റുണ്ട്. Always take care when moving about the boat. Please use the handrails provided and take care when negotiating steers, as the motion of the vessel may change during the cruise. അങ്ങനെ മോസ്റ്റ് അവൈറ്റഡ് നമ്മുടെ ക്രൂസ് ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. 2 hours ആണ് ഈ ക്രൂസ്. ആൻഡ് 3 വാട്ടർഫോൾസ് ആണ് മെയിൻലി ഈ മിൽഫോർഡ് സൗണ്ടിലുള്ളത്. ലേഡി ബോവൻസ് ഫോൾ, ഫെയറി ഫോൾസ്, പിന്നെ സ്റ്റിർലിംഗ് ഫോൾസ് ആണ് ഈ 3 വാട്ടർഫോൾസ്. ഒരു റിയൽ ജുറാസിക് പാർക്കൊക്കെ ഫീൽ ചെയ്യുന്നു. 2 സൈഡിലും നല്ല ഹ്യൂജ് വലിയ മൗണ്ടെയ്ൻസ് ആണ്. യൂഷ്വലി നമ്മളൊരു ട്രിപ്പൊക്കെ പോകുമ്പോൾ മഴ പെയ്യല്ലേ എന്നാണ് പ്രാർത്ഥിക്കാറ്. എന്നാൽ മിൽഫോർഡ് സൗണ്ടിൽ വരുന്ന എല്ലാ ടൂറിസ്റ്റും മഴ പെയ്യണേന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെ മഴ പെയ്യുമ്പോൾ hundreds and thousands of വാട്ടർഫോൾസ് ആണ് മഴയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. അൺഫോർച്ചുനേറ്റ് ഇന്ന് മഴയുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു ക്രൂസും ഈ ഒരു ട്രിപ്പും വൈബും ഒക്കെ മെമ്മറബിൾ ആയിരുന്നു. നല്ല തണുത്ത കാറ്റുണ്ട്. അതുപോലെ ഈ വെള്ളത്തിൻ്റെ സൗണ്ടും വാട്ടർഫോൾസിൻ്റെ സൗണ്ടും നമുക്ക് ഇവിടെ നിന്നേ കേൾക്കാം. പിന്നെ നമുക്ക് ഇവിടുന്ന് സ്നോ മൗണ്ടെയ്ൻസ് കാണാം. എനിക്കെന്താണെന്ന് അറിയത്തില്ല, സ്നോ മൗണ്ടെയ്ൻസ് എപ്പോൾ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആവും. കണ്ടിട്ടും മതിയാവുന്നില്ലെന്നും അറിയത്തില്ലേ, അതുപോലെയാണ് എനിക്ക് സ്നോ മൗണ്ടെയ്ൻസ് കാണുമ്പോൾ.
വാട്ടർഫോൾസ് കണ്ട് എൻജോയ് ചെയ്തപ്പോഴാണ് ക്രൂസിലെ ഗൈഡ് അനൗൺസ് ചെയ്തത് നമ്മുടെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ നമുക്ക് പെൻക്വീൻസിനെയും സീൽസിനെയും സ്പോട്ട് ചെയ്യാമെന്ന്. ഞാൻ ആക്ച്വലി 2 പെൻക്വീൻസിനെ കണ്ടായിരുന്നു. ബട്ട് വീഡിയോ എടുക്കാനായിട്ട് ഫോൺ എടുത്തപ്പോഴേക്കും പെൻക്വീൻസ് എസ്കേപ്പായി. അങ്ങനെ 2 സീൽസിനെ നമുക്ക് ഈ റോക്കിൻ്റെ പുറത്തിരിക്കുന്നത് കാണാം. അതെനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഇനി നമ്മൾ ലേഡി ബോൺസ് വാട്ടർഫോൾസിലോട്ടാണ് പോകുന്നത്. മിൽഫോർഡ് സൗണ്ടിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് വാട്ടർഫോൾസ് ആണ്. 162 മീറ്റേഴ്സ് ഹൈറ്റിലാണ് ഈ വാട്ടർഫോൾസ്. നമ്മുടെ അതിരപ്പള്ളി ഇരിക്കുന്നത് 25 മീറ്റേഴ്സിലാണ്. സോ അതിരപ്പള്ളിനേക്കാളും 5 ഇരട്ടി ഹൈറ്റിലാണ് ഈ വാട്ടർഫോൾസ് നിൽക്കുന്നത്. അങ്ങനെ ഈ വാട്ടർഫോൾസ് ഒക്കെ കണ്ട് തണുത്ത കാറ്റടിച്ച് ഒരു ചൂട് കോഫി കുടിക്കാനായിട്ട് തോന്നി. ഈ ക്രൂസിനൊപ്പം നമ്മൾ ഓൾറെഡി ലഞ്ചിന് പേ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് ലഞ്ച് നമുക്ക് ചിക്കൻ പേസ്തോ സാൻഡ്വിച്ചും സീ ഫുഡ് ബർഗറുമാണ്. 2 hours ക്രൂസ് എൻഡ് ചെയ്തു. ഒരു നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമ്മൾ തിരിച്ച് ക്യൂൻസ് ടൗണിലോട്ട് പോവാണ്. മിൽഫോർഡ് സൗണ്ടിലെ ക്രൂസ് മാത്രമല്ല, ഈ ഒരു ഫുൾ റോഡ് ട്രിപ്പ് തന്നെ നല്ല അടിപൊളിയാണ്. ഇത്ര ഹ്യൂജ് വലിയ പാറയുടെ ഇടയിൽ കൂടിയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അതൊരു വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. മിൽഫോർഡ് സൗണ്ടിൽ നിന്ന് 3 hours ആണ് നമുക്ക് ക്യൂൻസ് ടൗണിലോട്ട് ഡ്രൈവ് ബാക്ക്. ഓസ്ട്രേലിയൻ ലൈസൻസ് ഓർ ഇന്ത്യൻ ലൈസൻസ് മതി നമുക്ക് ന്യൂസിലാൻഡിൽ ഡ്രൈവ് ചെയ്യാനായിട്ട്. ഓസ്ട്രേലിയ റോഡ് റൂൾസും ന്യൂസിലാൻഡിലെയും ഏകദേശം സിമിലർ തന്നെയാണ്. പിന്നെ എനിക്ക് ഈ ന്യൂസിലാൻഡ് റോഡ് കുറച്ചും കൂടി നാരോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രൈവ് കഴിഞ്ഞ് നല്ല ടയർഡായി. ബട്ട് സ്റ്റിൽ സൗത്ത് ഐലൻഡിലെ കുറച്ചും കൂടി പ്ലേസസ് വിസിറ്റ് ചെയ്യാനുണ്ടായി. സോ നമ്മൾ ഇന്ന് പോകുന്നത് ക്ലേ ക്ലിഫിലോട്ടാണ്. ലാസ്റ്റ് ടൈം സ്നോ മൗണ്ടെയ്ൻസിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ക്ലേ ക്ലിഫിൻ്റെ ബോർഡ് കണ്ടായിരുന്നു. അന്ന് തീരുമാനിച്ചതാണ് നെക്സ്റ്റ് ഡേ എന്തായാലും വന്ന് ഇവിടെ വിസിറ്റ് ചെയ്യണമെന്ന്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഹൈവേയിൽ നിന്ന് ഒരു 10 minutes ഗ്രാവൽ റോഡ് ഡ്രൈവ് ഉണ്ട്. ദെൻ ഒരു 30 minutes ഹൈക്കാണ് ഈ ഫോർമേഷനിലെത്താൻ. ന്യൂസിലൻഡിൽ സമ്മർ സ്റ്റാർട്ട് ചെയ്താലും ഇപ്പോൾ ഇവിടെ 21 ഡിഗ്രിയാണ്. ബട്ട് നമ്മുടെ ഓസ്ട്രേലിയയിൽ ഒരു 28 ഡിഗ്രി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊരു നാച്ചുറൽ വണ്ടർ തന്നെയാണ്. 8th ജിയോളജിയിലാണ് നമ്മൾ ഈ ക്ലിഫ് ഫോർമേഷനൊക്കെ പഠിച്ചത്. പക്ഷേ നേരിട്ട് ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത്. ഇത് 2 million years ago ഗ്ലേഷ്യേഴ്സിൻ്റെയും റിവേഴ്സിലെയും ഡെപ്പോസിറ്റ് കൊണ്ട് ഫോം ചെയ്തതാണ്. ആൻഡ് ഇതിൻ്റെ ഈ റസ്റ്റി റെഡ് ബ്രൗൺ കളർ ഇതിൽ അയൺ ഓക്സൈഡ്സ് അടങ്ങിയതുകൊണ്ടാണ്. എന്തായാലും ഇതൊരു മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. ഇവിടേക്കുള്ളൊരു വോക്ക് ഈസി വേ ഉണ്ട്, ചലഞ്ചിങ് വേ ഉണ്ട്. ഞാൻ ഈസി വേയിലാണ് പോയത്. ബട്ട് ദെൻ എൻ്റെ ഒരു അഹങ്കാരം കൊണ്ട് ചലഞ്ചിങ് എങ്ങനെയുണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ ചലഞ്ചിങ് വേ കൂടെ പോയി. കയറാൻ എളുപ്പമായിരുന്നു, പക്ഷെ തിരിച്ചിറങ്ങാൻ ആക്ച്വലി ഞാൻ വെള്ളം കുടിച്ചായിരുന്നു. കാരണം നമുക്ക് ഗ്രിപ്പ് കിട്ടുന്നുണ്ടായിരുന്നില്ല. കുറച്ച് റിസ്കി ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ വഴിയിലോട്ടുള്ള വീഡിയോസും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഡേ കഴിഞ്ഞു. സൂപ്പർ ടയർഡാണ്. സോ നമുക്ക് നാളെ കാണാം. സോ ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ ന്യൂസിലാൻഡ് സൗത്ത് ഐലൻഡാണ്. ഇന്ന് ഈവനിങ് ആണ് നമുക്ക് ബാക്ക് ടു ബ്രിസ്ബെയിനിലോട്ട് ഫ്ലൈറ്റ്. സോ അതിനു മുൻപ് നമ്മൾ വനാക്ക ട്രീയും കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. വനാക്ക ലേക്കിലുള്ള ഈ ഒരു ട്രീ ഇവിടുത്തെ ഐക്കോണിക് ലാൻഡ്മാർക്കും ഇൻസ്റ്റഗ്രാം സെൻസേഷനുമാണ്. സ്പെഷ്യലി ഇവിടുത്തെ സൺസെറ്റ് ഫോട്ടോഗ്രാഫി ഈസ് ക്വൈറ്റ് ഫേമസ്. എന്താണ് ഈ ട്രീ ഇത്ര പോപ്പുലർ ആൻഡ് സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഏതോ 1930s ഒരു ഫാർമർ നട്ട ട്രീ ആണത്. ആൻഡ് ദെൻ സിൻസ് ഇവിടുത്തെ കുറേ ഫ്ലഡ്സും കാര്യങ്ങളും ഉണ്ടായിട്ടും ഇത് സർവൈവ് ചെയ്തു. സ്റ്റിൽ ഈ ഒരു ട്രീ ഇതൊരു 80 years old ആണ്. സ്റ്റിൽ ഇവിടെ സ്റ്റേ ചെയ്യുന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി.
അങ്ങനെ ഈ ലേക്കിൻ്റെ തൊട്ടടുത്തുള്ള വാട്ടർഫോൾസ് ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇൻ ന്യൂസിലാൻഡ്. ഈ ഒരു വാട്ടർഫോൾസ് ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം ഗ്ലേഷ്യർ റിവർ ക്രോസ് ചെയ്തിട്ടാണ് ഈ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തുന്നത്. ആൻഡ് റിവറിലെ വെള്ളം വാസ് ടു കോൾഡ്, ഭയങ്കര ഫ്രീസിങ് ഐസ് കോൾഡായിരുന്നു. നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരത്തേക്ക് നമ്മുടെ കാല് ശരിക്കും നമ്മായിരുന്നു. അങ്ങനെ ഫൈനലി ന്യൂസിലാൻഡിനോട് ബൈ ബൈ പറയാൻ ടൈമായി. നമ്മുടെ 5 days ന്യൂസിലാൻഡ് സൗത്ത് ഐലൻഡ് ട്രിപ്പ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്.